മുസ്ലിം ലീഗ് ഭാരവാഹി യോഗം കോഴിക്കോട് ആരംഭിച്ചു. പ്രവർത്തക സമിതി യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. ഇതിനുശേഷം നേതൃയോഗവും കോഴിക്കോട് നടക്കും. മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, വലിയ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത പ്രതിസന്ധികളാണ് ലീഗിന് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. സമസ്ത വിഷയമായാലും മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട നിലപാടായാലും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാലക്കാടേറ്റ ചേലക്കരയിലേറ്റ തോൽവിയായാലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് മുസ്ലിം ലീഗിന്. ഏത് രീതിയിലായിരിക്കും ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോവുക? ലീഗിനെതിരെ ഓരോ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടി. വിനിഷ, ഭാരവാഹി യോഗം സമാപിച്ചു. ഇപ്പോൾ പ്രവർത്തക സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഭാരവാഹി യോഗം ഏകദേശം 11:30 കൂടിയാണ് സമാപിച്ചത്. അല്പസമയത്തിനകം തന്നെ ലീഗ് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിച്ച് വാർത്താസമ്മേളനം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ ഒന്നും കാണാത്തത്ര പല സങ്കീർണതകളിലൂടെയുമാണ് ലീഗ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ നിർണായകമാണ് ലീഗിന് ഇന്നത്തെ യോഗം. മുനമ്പം ഭൂമി വിഷയമാണെങ്കിലും സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലൊക്കെ തന്നെയും ലീഗിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉഴലുന്നത്. അതിൽ ലീഗ് തന്നെ നിലപാട് വ്യക്തമാക്കേണ്ട കുറേ പ്രതികരണങ്ങൾ കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. യോഗത്തിന് എത്തുന്നതിന് മുൻപേ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ആനുകാലികമായ എല്ലാ വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് പറയുന്നത്. ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ഭൂമി ആണ് എന്നൊരു പരാമർശം KM ഷാജി പലപ്പോഴായി ആവർത്തിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ KM ഷാജിക്ക് പിന്തുണ നൽകുന്നു. എന്നാൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന് KM ഷാജിയെ വിലക്കിയതിനു പിന്നാലെയും ആ പ്രസ്താവന KM ഷാജി തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ വലിയ അതൃപ്തി നേതാക്കൾക്കൊക്കെ തന്നെയും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ലീഗ് നേതൃത്വം വ്യക്തമായൊരു മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ ഇതിൽ ചർച്ചയാകും. VD സതീശനെ പോലെയുള്ളൊരു നേതാവ് ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ വലിയ തരത്തിലുള്ള രോഷം പല ആളുകൾക്കുമുണ്ട്. അത് മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് മുന്നണി ബന്ധത്തെ ഏത് രീതിയിൽ ബാധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സമസ്ത വിഷയവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും അതിനു പിന്നാലെ പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രതികരണം ഇന്നലെ വൈകിട്ട് അരീക്കോട് മുഷാഫറ യോഗത്തിന് ശേഷമാണ് ഉമർ ഫൈസി മുക്കം ഈ ലീഗിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചാൽ ലീഗ് നാശത്തിലേക്കാകും പോവുക എന്ന് നേരത്തെ തന്നെ ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നു. ആ പ്രസ്താവന ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇന്നലെ ചെയ്തത്. സംസ്ഥയുടെ പണ്ഡിത യോഗം നടന്നതിന് ശേഷം നടന്ന പൊതുപരിപാടിയിൽ കൂടിയാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഉമർ ഫൈസി മുക്കത്തിന് ഒരു പക്ഷേ വലിയ പിന്തുണ സമസ്തയുടെ നേതൃഭാഗത്ത് നിന്ന് തന്നെ ലഭിച്ചേക്കാം. ആ പിന്തുണയുടെ ബലത്തിലാണോ ഇത്തരത്തിലൊരു പരാമർശം ഉമർ ഫൈസി മുക്കം നടത്തിയത് എന്നതുൾപ്പെടെ കാര്യങ്ങൾ കൂടി നിലവിൽ ചർച്ചയാകുന്നുണ്ട്. സമസ്തയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാത്തത്ര പ്രശ്നങ്ങൾ സമസ്തയിലും പുകയുന്നുണ്ട്. ഈ സമസ്തയിൽ തന്നെ ഒരു 2 വിഭാഗമായി ചെയ്ത് തിരിഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള യോഗങ്ങൾ നടത്തുന്നു, പൊതുപരിപാടികൾ നടത്തുന്നു, ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നു. അങ്ങനെ സമസ്തയെയും പ്രതിസന്ധിയിലാക്കുന്ന അതേപോലെ തന്നെ ലീഗിനെയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചയാകും. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ തന്നെയും ഉള്ളതുപോലെ ചർച്ചയായില്ല, അല്ലെങ്കിൽ അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു മറുപടി ആയിരിക്കാം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൃത്യമായ മറുപടി നേതാക്കൾ തരേണ്ടി വരും എന്ന് തീർച്ചയാണ്. കാരണം നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ ലീഗ് ഹൗസിന് മുൻപിൽ പരസ്യമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യമുണ്ട്. ഇന്ന് എറണാകുളം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപും ഇത്തരത്തിൽ മുഹമ്മദ് ഷായെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സമുദായത്തെ വഞ്ചിച്ചു, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന പരാമർശങ്ങൾ ഉൾപ്പെടെ പാർട്ടിയെയും സമുദായത്തെയും വഞ്ചിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ആ പോസ്റ്ററിലും കണ്ടത്. അതുകൊണ്ട് ലീഗ് ഇവിഷയത്തിലൊക്കെ തന്നെയും കൃത്യമായ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ലീഗ് യോഗം നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നത്.
ശരി, മേഘമാധവനാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ലീഗ് പ്രവർത്തക സമിതി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നേതൃയോഗവും ആരംഭിക്കും. അതിനുശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.